ഹലോ ഭുവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ അതെന്താ കാരണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ എന്തായിരുന്നാലും പറയാം കേട്ടോ. ഒരുപാട് പേര്, കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ഫോളോ ചെയ്ത് വന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6-7 മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. ബിക്കോസ് എനിക്ക് ആരാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ചാനൽ ബ്ലോക്കായിരുന്നു. ലൈക്ക് എനിവേ, അത് വടവർ ഹേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് മാറാനായിട്ട് ലേശം ടൈം എടുത്തു. ഞാൻ ആദ്യം നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തതിന് ശേഷം വീണ്ടും അത് വന്നില്ല, അത് വീണ്ടും പ്രൊജക്റ്റായി. പിന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ടൈം എടുത്തു. അതായത് ഫസ്റ്റ് ഡിസ്പ്യൂട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡിസ്പ്യൂട്ട് എടുക്കാനായിട്ട് 3 മന്ത്സിൻ്റെ 90 ഡേയ്സിൻ്റെ ടൈം വേണമായിരുന്നു. 90 ഡേയ്സ് ടൈം കൊടുത്തു. പിന്നെയും ഞാൻ അപ്ലോഡ് ചെയ്തു. എടുത്തപ്പോഴത്തേക്ക് ലേശം സമയമെടുത്തു. അപ്പോൾ ഈ കാലയളവിൽ എനിക്ക് പിന്നെ വീഡിയോ ഇടാനായിട്ട് ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. എന്താണ് കാരണമെന്ന് എനിക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെയാണ്. അപ്പോൾ അത് ഓപ്പണായി കിട്ടി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അപ്പം തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ കൊല്ലത്തിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ആൻഡ് ഈ ഒരു ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്തുവായിരുന്നടി? അല്ലല്ല, നമ്മുടെ ഇതാണ് വീടിൻ്റെ ആയിരുന്നു ഇട്ടത്. അപ്പോൾ വീട് ഞങ്ങൾ മാറിപ്പോൾ ഏകദേശം സെറ്റായി. അടുത്ത റെൻ്റ് കൊടുക്കാനാണ് ടൈമായില്ലേ. വീടിൻ്റെ ഒരു ഡീറ്റെയിൽ ഇത് ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഒരു വീഡിയോ ഇടാനായിട്ട് മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. 1-2 വീഡിയോസിന് നല്ല രീതിയിൽ എനിക്ക് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഒക്കെ ആ കമൻറ്റ്സിനൊക്കെ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ എന്തായിരുന്നാലും ചെയ്യണം. ബിക്കോസ് ഒരു ജയിലിൻ്റെ ഇഷ്യൂസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടാണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കുറേ പേരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറേ പേർക്ക് എനിക്ക് റിപ്ലൈ, ഫേസ്ബുക്കിൽ വന്നവർക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാത്തതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനെല്ലാത്തിനും റിപ്ലൈ കൊടുക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. കാരണം നമ്മൾ വിശ്വസിച്ചിട്ടൊരാൾ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അതിന് റിപ്ലൈ കൊടുക്കണമല്ലോ. ആൻഡ് ഓക്കെ, അപ്പോൾ ഇനി മുതൽ മാക്സിമം ശ്രമിക്കും. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ തിരിച്ച് വരാനായിട്ടുള്ള ശ്രമം നടത്തും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആൻഡ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമുക്ക് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഇതാണ്. 1 മിനിറ്റിനകത്ത് വീഡിയോ നിർത്തണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും ഷോർട്ട് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ആരോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, വലിച്ചു നീട്ടരുതെന്ന്. അപ്പോൾ വലിച്ചു നീട്ടാതെ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ വാച്ചിങ്. സോ കീപ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻറ്റുകളൊന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വോണ്ട് ടു കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് മറന്നുപോയതായിരുന്നു, കീപ്പ് വാച്ചിങ് പറയാൻ മറന്നുപോയായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ കാണിച്ചിരാം, പുതിയ റൂമൊക്കെ കാണിച്ചിരാം. താങ്ക് യു സോ മച്ച് എവരിവൺ. നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.